ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല എനിക്ക്. ഉണ്ടാക്കി നോക്കാം എന്തവസ്ഥയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ രീതിയിലുള്ളൊരു ദം ബിരിയാണി കേട്ടോ. അത് നമുക്ക് പോയി നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനിലേക്ക് സ്പൈസസും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ഇട്ടിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഓക്കെ, അങ്ങനെ ഞാനിതാ ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ തക്കാളി മല്ലിച്ചപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുപ്പിൽ ഗ്യാസിൽ ചൂട് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ റൈസ് വേവിക്കാനുള്ള. അതിലോട്ട് സ്പൈസസും കൂടി ചേർത്തിട്ട് നമുക്ക് റൈസും കൂടി ചേർത്തിട്ട് അതവിടെ വേവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതേപോലെ ചിക്കനിലോട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റും കൂടി ഇട്ട് അതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അതിലോട്ട് ആ ഒരു മസാലയ്ക്ക് നന്നായി ഇറങ്ങി പിടിക്കണം. എന്നാലും നമുക്ക് ആ ഒരു ചിക്കനിന് ടേസ്റ്റ് ഉണ്ടാവും. അതിലോട്ട് ഉപ്പും കൂടി ഇറങ്ങി പിടിച്ചാൽ നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റ് ഇരിക്കും. നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. അതേപോലെ അരിയും ബിരിയാണി റൈസ് വേവാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കച്ചമ്പറിനുള്ള കുക്കുംബറൊക്കെ അരിഞ്ഞെടുക്കണം. അതേപോലെ ബിരിയാണിക്ക് മസാലയ്ക്കുള്ള തക്കാളിയും പിന്നെന്താ മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ കച്ചമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാനാണ്. അതിലോട്ട് നമ്മൾ തൈര് ചേർക്കുന്നില്ല. നമ്മൾ ആർക്കും ഇവിടെ തൈരിനോട് അത്ര വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനെ തൈരില്ലാതെ ആക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിനിടയിൽ ഇതെൻ്റെ അനിയൻ്റെ കുരുത്തക്കേടാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ കുക്കുംബറൊക്കെ കുനുകുനാ അരിഞ്ഞെടുത്തു പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ വീഡിയോ എടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. നമ്മൾ ഒരു സൈഡിൽ ഫുഡ് ഉണ്ടാക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഇതിൻ്റെ ബിഹൈൻഡ് ദ സീന് ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മ എനിക്ക് സർവത്വവും കൂടി ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞ് തക്കാളിയും പിന്നെ മല്ലിയിലൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു വലിയ ടാസ്ക് ആട്ടോ. ഒരു സൈഡിൽ വീഡിയോ എടുക്കുന്നതും അതേപോലെ നമ്മൾ മറ്റൊരു സൈഡിൽ ഈ ഒരു കുക്കിംഗ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ ക്യാമറയുടെ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾക്ക് ഒരുമാതിരിയാവും. നല്ല പണിയുണ്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഞാനിപ്പോൾ സവാള വഴറ്റിയെടുക്കുകയാണ്. അതിലോട്ട് നന്നായി ഒന്ന് കുറച്ച് വെന്ത് വന്നപ്പോൾ അതിലോട്ട് തക്കാളിയും കൂടി ഇട്ട് നന്നായി അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുത്തു. അങ്ങനെ മസാലപ്പൊടികളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തപ്പോൾ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. നല്ല ആ ഒരു മസാലയ്ക്ക് നല്ല മണം ഉണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് ഉമ്മ നല്ല പൊത്ത മാങ്ങ അതിലോട്ട് ഉപ്പും മുളകും കൂടി ഇട്ട് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരവും ഉണ്ട് പുളിയും ഉണ്ട്. അതേപോലെ ആ ഒരു ഉപ്പും എരിവും കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടിയില്ല. എൻ്റെ അനിയൻ വന്ന് മൊത്തത്തിൽ അത് എടുത്തുകൊണ്ട് പോയി. എനിക്ക് കുറച്ച് തന്നെ കിട്ടിയത്. പോയി എവിടെയൊക്കെ എത്തും. അങ്ങനെ ഇതാ മസാല റെഡിയായി. ഞാൻ അതിലോട്ട് വേവിച്ച് വെച്ച റൈസും കൂടി ഇട്ട് എനിക്ക് നമ്മൾ ദം ബിരിയാണി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് നമ്മുടെ എന്താ പറയുക ഫ്രൈ ചെയ്ത സവാളയും അതേപോലെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് അതിന് മുകളിൽ വീണ്ടും ഒരു ലെയറും കൂടി ഇട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ദമ്മിട്ടെടുത്തു നമ്മൾ. അങ്ങനത്തെ നമ്മൾ ദമ്മിട്ടത് എടുക്കാൻ വേണ്ടി ആ ഒരു പാത്രത്തിൽ കുറച്ച് ചട്ടിയുടെ ഞെരുപ്പ് വെച്ച് ഓയിൽ ഒഴിച്ച് വെച്ച് ആ ഒരു ദമ്മിൻ്റെ മണം
അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണി റെഡിയായി. കാണുമ്പോൾ നല്ല ലുക്കൊക്കെ ഉണ്ട്. ഇനി കഴിച്ച് നോക്കിയിട്ട് വേണം ടേസ്റ്റിൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലതായിരുന്നു. അങ്ങനെ ബിരിയാണിക്ക് നമുക്കൊരു സേനപ്പ് കുപ്പി, പിന്നെന്താ കച്ചമ്പർ അച്ചാറില്ലാതെ വേറൊരു കോമ്പിനേഷൻ അതിന് ഒരു എന്താ പറയുക മജയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു മിരിണ്ടൻ്റെ കുപ്പി കൂടി കൊണ്ടുവന്നു. അങ്ങനെ ലസ്സിലായിട്ട് തന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. സാലഡും അച്ചാറുണ്ട്. അച്ചാറും മറ്റതാണ്. അങ്ങനെ ഇതാ ഫുഡ് കഴിച്ച് നിസ്കരിച്ചിരിക്കുകയാണ്. ഉറക്കം വന്ന് പണ്ടാരടങ്ങി. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഇപ്പോൾ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കസിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ വീട്ടിലുണ്ടാവത്തില്ല. നാളത്തെ കാര്യം അറിയില്ല, പക്ഷെ ഇന്ന് ഞാൻ വീട്ടിലുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കസിൻസ് കൂടി നാളെ 1 ഡേ ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ 6 മണി 6:30 ആ ഒരു സമയത്താണ് ഇറങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് അനിയന്മാരൊന്നും വരുന്നില്ല. ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ കസിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് പോവാന്നുള്ളൊരു ഇതിലാണുള്ളത്. അപ്പോൾ എനിക്കിവിടുന്ന് കസിൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ ഉറങ്ങിയാലും ഒട്ടും ശരിയാവില്ല. എനിക്ക് പോകാൻ വേണ്ടി ഓൾമോസ്റ്റ് ടൈം ആയിക്കൊണ്ട് വന്ന് അതിനിടയിലാണ് ഇവിടെ ഉള്ളവർ, അതായത് എൻ്റെ അനിയന്മാർ പാനിപ്പൂരി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് തൊള്ള പൊട്ടിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഞാനിവിടെ പാനിപ്പൂരി ഉണ്ടാക്കാതെ എനിക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോയി പാനിപ്പൂരി ഉണ്ടാക്കാം. ഇതേ ഉള്ളതിനൊരു വഴി. ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യം നമുക്ക് പാനിപ്പൂരിയുടെ പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പുളിയൊക്കെ ആ ഒരു വെള്ളത്തിൽ ഇറങ്ങുന്ന വഴിക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പൊട്ടറ്റോ സ്മാഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊട്ടറ്റോയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലി ഇലയുടെ പാനി റെഡിയാക്കണം. പച്ചമുളക്, പുതിന, മല്ലിയിലും കൂടി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി കൂട്ടി അരിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് അത്യാവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. എൻ്റെ അടുത്ത് ചാട്ട് മസാല ഉണ്ടായിരുന്നില്ല. പിന്നെന്താ ചെറുപുളിയും കൂടി ഇടണമെന്ന് തോന്നുന്നു. അതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഉമ്മ ആ ഒരു സമയത്ത് പാനിപ്പൂരിയുടെ ആ ഒരു സാധനമില്ലേ, എനിക്കെന്താ പറയുന്നത് അറിയില്ല, അത് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ അത് നമ്മൾ കടയിൽ നിന്ന് അതിൻ്റെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല, ആ ഒരു സാധനം വാങ്ങിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച പുളിവെള്ളം കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം കൂടി, അപ്പോൾ ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ ഐസ് വാട്ടർ ഒഴിക്കുക. ഇപ്പം ഞാൻ നോർമൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കാം. മല്ലിച്ചപ്പിൻ്റെ പാനി റെഡിയായി. ഇനിയിപ്പോൾ ശർക്കര പാനി റെഡിയാക്കണം. അതുകൂടി റെഡിയാക്കിയിട്ട് ബാക്കി പണിയാക്കാം. ശർക്കര പാനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശർക്കര ഉരുക്കിയെടുത്തതും പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പുളിയുടെ നന്നായിട്ടൊന്ന് ആ ഒരു വേസ്റ്റൊക്കെ കളഞ്ഞ് ആ വെള്ളം മാത്രം എടുത്ത് അതിലോട്ട് ശർക്കര ഒഴിച്ച് ഉപ്പും കൂടി ഇട്ട് പിന്നെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. പിന്നെന്താ നല്ല ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടുന്നുണ്ട് എന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാൻ പോയി. ഞാൻ എല്ലാം കൂടി പെട്ടത്തിലൊന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പൊട്ടറ്റോയിലേക്ക് കുറച്ച് മസാലപ്പൊടികളും അതേപോലെ സവാളം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പൊട്ടറ്റോയുടെ മസാലയും കൂടി റെഡിയാക്കി എടുത്തു. അപ്പോൾ പാനിപ്പൂരിക്ക് അത്യാവശ്യം വേണ്ടത് ഇത്ര സാധനങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാ പാനിപ്പൂരി റെഡിയായി. കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടില്ലാക്കിയത്, അപ്പോൾ അതിനുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അതാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കസിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ പാനിപ്പൂരിയുടെ പിന്നാലെ പോയി എനിക്ക് സമയം പോയത് അറിഞ്ഞില്ല. ബസ് മിസ്സായെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ബസ് ഉണ്ടോ എന്നുള്ള ഒരു ഉറപ്പുമില്ല. 2 ബസ് പിടിക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എന്താ ചെയ്യാനാ? ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി നാളേക്കുള്ള ഡ്രസ്സും കൂടി എടുത്ത് അങ്ങോട്ട് പോയി. അങ്ങനെ ഞാനിതാ കസിൻ്റെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോയിൽ നമ്മുടെ ടൂറും അവിടുത്തെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ മറക്കാതെ കാണുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.